നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഏറ്റവും അടുത്ത ഒരു ഡിസിഷൻ റിപ്പോർട്ട് ചെയ്തു വന്നതാണ്. അബ്ദുൽ ഖാദർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഈ വീഡിയോ കേട്ടതിന് ശേഷം ഈ ഡിസിഷൻ കഴിയുന്നിടത്തോളം വായിക്കുക. ഇതിൻ്റെ ഒരു സാമൂഹിക പ്രസക്തി എന്താണെന്ന് സ്വന്തമായി മനസ്സിലാക്കുക. അഡീഷണൽ സെഷൻസ് കോടതിയുടെ ശിക്ഷയ്ക്കെതിരെയാണ് പ്രതികൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ശിക്ഷയ്ക്ക് കാരണമായ കുറ്റം IPC 498A, 304B, 306. ആ സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 304B എന്ന് പറയുന്നത് ഡൗറി ഡെത്താണ്. വെയർ ദ ഡെത്ത് ഓഫ് എ വുമൺ ഈസ് കോസ്ഡ് ബൈ എനി ബേൺസ് ഓർ ബോഡിലി ഇഞ്ചുറി or occurs otherwise than under normal circumstances within 7 years of her marriage, and it is shown that soon before her death she was subjected to cruelty or harassment by her husband or any relatives or her husband for or in connection with any demand for dowry. Such death shall be called dowry death. അതായത് 304B എന്ന് പറയുന്നത് ഡൗറി ഡെത്താണ്. വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനകം ഈ ഭാര്യ ഭർതൃഗൃഹത്തിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരണപ്പെട്ടാൽ അത് കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പീഡനം മൂലം ഉണ്ടായ മരണമാണ് എന്ന് കണക്കാക്കുകയും അത് പ്രകാരം ഭർത്താവും ഭർത്താവിൻ്റെ ബന്ധുക്കളും അതിൽ പ്രതികളാവുകയും ചെയ്യും. ഇതിന് 7 വർഷത്തിൽ കുറയാത്ത ശിക്ഷയും ലൈഫ് ഇംപ്രിസൺമെൻറ്റ് വരെ ലഭിക്കാവുന്ന കുറ്റവുമാണ്. ഇനി ഇതിൻ്റെ പ്രേരണാ കുറ്റമാണ് 306 വരുമ്പോൾ ഉള്ളത്. ഇതിൻ്റെ പ്രേരണ എന്നല്ല, ഏത് അബറ്റ്മെൻറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് ആയാലും 306 വരാം. ഇഫ് എനി പേഴ്സൺ കമ്മിറ്റ്സ് സൂയിസൈഡ്, whoever abets the commission of such suicide shall be punished with imprisonment or of either description for a time which may extend to 10 years and shall also be liable to fine. ഏതൊരാളെയും ആത്മഹത്യ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് കുറ്റകരമാണ്. അപ്പോൾ 304B പറയുന്ന ഡൗറി ഡെത്താണ്. അപ്പോൾ സ്വർണമോ പണമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്ത്രീധനമോ ആവശ്യപ്പെട്ട് 7 വർഷത്തിനകത്ത് വെച്ച് ഭാര്യ ഭർതൃഗൃഹത്തിൽ ആത്മഹത്യ ചെയ്താൽ അത് കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മരണമാണ് എന്ന് കണക്കാക്കിയാൽ അത് 304B ഡൗറി ഡെത്ത് എന്ന് പറയുന്ന പ്രൊവിഷനിലേക്ക് വരുന്നു. ആ ഡൗറി ഡെത്തിലേക്ക് വന്നാൽ അതിന് പ്രേരിപ്പിച്ച കുറ്റം എന്നുള്ള നിലയിൽ 306 ഈ ആൾക്കാർ തന്നെ പ്രതികളായിട്ട് വരുന്നു. പിന്നെയുള്ളത് 498A ആണ്. 498A നമ്മളെല്ലാവരും തന്നെ പല സമയങ്ങളിലും കേട്ടിട്ടുള്ളതാണ്. അതും സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. Whoever, being the husband or the relatives of the husband of a woman, subjects such woman to cruelty shall be punished with imprisonment for a time which may extend to 3 years and also shall liable to fine. ഇതെല്ലാം തന്നെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സ്ത്രീധനമോ പണമോ ആവശ്യപ്പെട്ട് സ്ത്രീകളെ ഭാര്യമാരായി വരുന്ന സ്ത്രീകളെ ഉപദ്രവിക്കുകയും അവരുടെ മരണത്തിലേക്ക് കലാശിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇടുന്ന സെഷൻസാണ്. ഇതിലെല്ലാം തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെല്ലാം തന്നെ പ്രതികളായിട്ട് വരുന്നത് ഹസ്ബൻഡ് ഓർ ഹിസ് റിലേറ്റീവ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയും കേസിൽ പ്രതികളായി വന്നിരിക്കുന്നത് ഭർത്താവ്, ഭർത്താവിൻ്റെ മാതാവ്, ഭർത്താവിൻ്റെ പിതാവ്, ഭർതൃ സഹോദരൻ എന്നിവരാണ്. ഇവർക്കെതിരായ കുറ്റമെന്ന് പറയുന്നത് ഇതാണ്. 18 വയസ്സുള്ള 1-ാം പ്രതിയുടെ ഭാര്യ, പേര് അസ്മാ ബീവി, 19/6/2002 ഭർത്തൃ വീട്ടുകാരുടെ പീഡനത്തെ തുടർന്ന് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നു. ഇതാണ് ചാർജ്. ഇതിന് 498A, 304B, 306 IPC പ്രകാരമാണ് പോലീസ് കേസ് ചാർജ് ചെയ്തത്. ഇതിൽ സെഷൻസ് കോടതിയിലേക്കാണ് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അന്തിമ റിപ്പോർട്ട് വന്ന് ട്രയലിലേക്ക് വന്നത്. 24 സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും വിസ്തരിച്ചത്. 14 രേഖകളും 3 ഒബ്ജക്റ്റും പരിഗണിച്ചു, MOസും പരിഗണിച്ചു. 5 രേഖകൾ പ്രതികളുടെ ഭാഗത്തു നിന്നും പരിഗണിച്ചിട്ടുണ്ട്. ഒടുവിൽ കോടതി 498A വകുപ്പ് പ്രകാരമാണ് ശിക്ഷ വിധിച്ചത്. ബാക്കി 2 വകുപ്പുകളും ഒഴിവാക്കി 3 വർഷം തടവും 10,000 രൂപ പിഴയും വിധിച്ചു.
ഈ ശിക്ഷയ്ക്കെതിരെയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച മരണപ്പെട്ടുപോയ പെൺകുട്ടിയുടെ ഭർത്താവും ഭർത്താവിൻ്റെ ബന്ധുക്കളായ ആൾക്കാരും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അസ്മാബി ഒരു ഹിന്ദു സ്ത്രീയായിരുന്നു. അവരുടെ യഥാർത്ഥ പേര് ദിവ്യ എന്നാണ്. ഒന്നാം പ്രതിയുമായി പ്രേമത്തിലാവുന്നു. പ്രേമത്തെ തുടർന്നുള്ള ശാരീരിക ബന്ധത്തിൽ അവൾ ഗർഭിണിയാകുന്നു. തുടർന്ന് അത് അബോർട്ട് ചെയ്യുന്നു. അത് ഇത്രയും നടക്കുന്നത് വിവാഹത്തിന് മുൻപാണ്. ആ പ്രേമ കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. തുടർന്ന് മധ്യസ്ഥന്മാർ ഇടപെട്ട് ടെമ്പിൾ കമ്മിറ്റിയും മഹൽ കമ്മിറ്റിയും എല്ലാം ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ദിവ്യ മതം മാറാനായി തീരുമാനിക്കുന്നു. അതിനുശേഷം മതം മാറാനായിട്ട് തീരുമാനിച്ച് അങ്ങനെ മതപഠനം പൂർത്തിയാക്കി വന്നപ്പോഴേക്കും ഇവർ മെജോറിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് 3.5 മാസം സമയം കൂടി ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മതപഠനവുമായി ബന്ധപ്പെട്ട് ഒരാളുടെ വീട്ടിൽ 3.5 മാസം കൂടി ഇവർ താമസിക്കുന്നു. 3.5 മാസം താമസിച്ചതിന് ശേഷം ആ വീട്ടിൽ വെച്ച് തന്നെ ഇവർ തമ്മിൽ ഒരു നിക്കാഹ് നടക്കുന്നു. ഒന്നാം പ്രതിയും ഈ ദിവ്യയും തമ്മിൽ, അതായത് അസ്മാബി എന്ന പേര് മതം മാറിയ ഈ പെൺകുട്ടിയും തമ്മിൽ ഒരു നിക്കാഹ് നടക്കുന്നു. ആ നിക്കാഹിൽ മഹറായിട്ട് കൊടുക്കുന്നത് ഈ ഒന്നാം പ്രതിയുടെ അമ്മയുടെ കയ്യിൽ കിടന്ന ഒരു ചെയിനാണ് മഹറായിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇവർ സബ് രജിസ്ട്രി ഓഫീസിൽ വെച്ച് ഒരു ഉടമ്പടിയും ഉണ്ടാക്കുന്നു. ആ ഉടമ്പടി ഉണ്ടാക്കിയതിന് ശേഷം ഒന്നാം പ്രതിയോടൊപ്പം അവരുടെ വീട്ടിൽ മറ്റു പ്രതികളോടൊപ്പം താമസിക്കുന്നു. അവിടെ വെച്ച് ദിവ്യയെ സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡിപ്പിക്കുകയും തുടർന്ന് ദിവ്യ എന്ന അസ്മാബി ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു. ദിവ്യയും ഒന്നാം പ്രതിയും തമ്മിലുള്ള പ്രേമബന്ധത്തെക്കുറിച്ച് വീട്ടുകാരറിയുന്നത് തന്നെ ഈ ദിവ്യയുടെ അബോർഷനുമായി ബന്ധപ്പെട്ടാണ്. ഈ അബോർഷന് കൊണ്ടുപോയത് ഒന്നാം പ്രതിയുടെ മാതാപിതാക്കളാണ്. രണ്ടാം പ്രതി ചൂട് ചട്ടുകം വെച്ച് ഇടതു കൈയിൽ പൊള്ളിച്ചതായിട്ടും ഫോറേറ്റ് എന്ന ഒരു ടോക്സിക് സബ്സ്റ്റൻസ് കണ്ടെത്തിയതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അതിൻ്റെ തെളിവുകൾ പറയുന്നുണ്ട്. ഇതിനകത്ത് ഒരു സംഗതി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവർ തമ്മിലുള്ള മാരേജ് രജിസ്റ്റർ നടന്നിരിക്കുന്നത് 10/6/2002 ആത്മഹത്യ നടക്കുന്നത് 19/6/2002. അപ്പം ആദ്യം ഇവർ തങ്ങളിൽ പ്രേമം നടക്കുന്നു. ആ പ്രേമം നടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി മൈനറായിരുന്നു. ആ മൈനറായിട്ടുള്ള പെൺകുട്ടിയാണ് ഗർഭിണിയാവുന്നത്. ഗർഭിണിയായതിനു ശേഷം വിവാഹത്തിന് മുൻപായതുകൊണ്ട് അത് അബോർട്ട് ചെയ്യുന്നു. അബോർട്ട് ചെയ്തതിന് ശേഷമാണ് ഇവർ കൺവേർട്ട് ചെയ്യുകയും കൺവേർഷന് ശേഷം 3.5 മാസക്കാലം മതപഠനം പൂർത്തിയാക്കി മെജോറിറ്റി അറ്റൈൻ ചെയ്തതിന് ശേഷമാണ് ഇസ്ലാം മത ആചാരപ്രകാരമുള്ള വിവാഹം നടത്തുന്നത്. വിവാഹം നടന്നതിന് ശേഷം 19/6/2002 ഇവർ ആത്മഹത്യ ചെയ്യുന്നു. അതായത് സബ് രജിസ്ട്രി ഓഫീസിൽ വെച്ച് ഇവർ തങ്ങളുടെ ഒരു കരാറിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. ആ കരാറിൻ്റെ കാലാവധി 10/6/2002. ആ കരാറും നിക്കാഹും കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഒരുമിച്ച് താമസിക്കുന്നത്. അപ്പോൾ 9 ദിവസത്തിനകം ആണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. 498A പ്രകാരമുള്ള കുറ്റം നിലനിൽക്കണമെങ്കിൽ ഒരു ലീഗൽ മാരേജ് വേണമെന്നും ഇവിടെ ഒരു ഉടമ്പടി മാത്രമേ ഉള്ളൂവെന്നുമായിരുന്നു പ്രതികളുടെ ഒരു വാദമെന്ന് പറയുന്നത്. അതായത് ഈ പെൺകുട്ടി മതപഠനമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം മെജോറിറ്റി അറ്റൈൻ ചെയ്തില്ല. 3.5 മാസക്കാലത്തോളം മറ്റൊരു മതപണ്ഡിതൻ്റെ പുരോഹിതൻ്റെ വീട്ടിൽ നിന്ന് ആ ആളിനെയും സാക്ഷിയാക്കി വിസ്തരിച്ചിട്ടുണ്ട്. പഠിക്കുകയും കൂടുതൽ മതപഠനത്തെക്കുറിച്ച് പഠിക്കുകയും അതിനുശേഷം ഈ പെൺകുട്ടി അവിടെ വെച്ച് നിക്കാഹ് നടത്തിയതായിട്ടുമാണ് ഈ മതപുരോഹിതൻ കോടതിയിൽ മൊഴി കൊടുത്തത്. അപ്പോൾ നിക്കാഹ് അവിടെ വെച്ച് നടന്നു എന്നാണ് അവിടെ സ്ഥാപിക്കപ്പെടുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം, ഈ ഒഫൻസ് നടക്കുന്ന സമയം ഒന്നാം പ്രതിയായുള്ള ഭർത്താവിന് 19 വയസ്സ് മാത്രമായിരുന്നു പ്രായം ഉണ്ടായിരുന്നത്. അപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയും 19 വയസ്സുള്ള ഒരു പുരുഷനും തമ്മിലാണ് ഇവിടെ പ്രേമം നടക്കുകയും അതിനെ തുടർന്നുള്ള ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ പെൺകുട്ടിക്ക് വിവാഹപ്രായമാകണമെങ്കിൽ 18 ആവണം, ആൺകുട്ടിക്ക് വിവാഹപ്രായമാകണമെങ്കിൽ 21 വയസ്സാവണം. അപ്പം ഒരു വിവാഹ രജിസ്ട്രേഷൻ, നിയമപരമായുള്ള വിവാഹ രജിസ്ട്രേഷൻ ഇവിടെ നടക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. എന്നാൽ ഇവിടെ ഈ നിക്കാഹ് നടക്കുകയും ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് ഈ 498A പ്രകാരമുള്ള ഒരു ഒഫൻസ് നടന്നതായി കണ്ട് ഈ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുന്നത്
ലഭിക്കുന്നതിനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അത് പിന്നാലെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൽ ഒരു ലിവ് ഇൻ റിലേഷൻ മാത്രമേ ഉള്ളൂ എന്നും അവർ തർക്കിച്ചു. അതായത് 498A എന്ന് പറയുന്ന വകുപ്പ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ ലീഗൽ മാരേജ്. ഭാര്യയും ഭർത്താവുമായിരിക്കണം. ലീഗൽ മാരേജ് ഇല്ലാത്ത ലിവിങ് റിലേഷൻസിൽ ഒന്നും തന്നെ 498A എന്ന് പറയുന്ന ഒരു പീഡനം നിൽക്കില്ല എന്ന് കോടതി ആവർത്തിച്ച് പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട്. കോടതി പലപ്പോഴും ലീവ് ഇൻ റിലേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് എതിരുമാണ്. ഒരു ലീഗൽ മാരേജ് നടന്നെങ്കിൽ മാത്രമേ ആ ഭാര്യ ഭർത്തൃ ബന്ധത്തിലൂടെ കിട്ടുന്ന ആനുകൂല്യങ്ങളും അതിൻ്റെ സ്റ്റാറ്റസും ലഭിക്കുള്ളൂ എന്ന് പല പ്രാവശ്യവും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ആവർത്തിച്ച് പറഞ്ഞത്, ഈ പെൺകുട്ടിക്ക് 18 വയസ്സിന് താഴെ ഉള്ളപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അതുപോലെ ഈ ഭർത്താവായി വരുന്ന ഒന്നാം പ്രതിക്ക് 19 വയസ്സ് മാത്രമായിരുന്നു അന്ന് പ്രായമുണ്ടായിരുന്നത്. എന്നാൽ കോടതി ഇതിനെ ഖണ്ഡിച്ചത് സാക്ഷിമൊഴിയുടെയും സാഹചര്യങ്ങളും കൊണ്ടാണ്. എങ്ങനെയാണെന്നാൽ, ഹിന്ദു വിശ്വാസിയായ ദിവ്യ ഒന്നാം പ്രതിയുമായി പ്രേമത്തിലാകുന്നു, ഗർഭിണിയാകുന്നു, തുടർന്ന് അബോർട്ട് ചെയ്യുന്നു. തുടർന്ന് മഹൽ കമ്മിറ്റി പൊന്നാനിയിൽ കൊണ്ടുപോയി മതം പഠിപ്പിക്കുന്നു. പ്രായപൂർത്തിയാകാൻ 3.5 മാസം കൂടി ഉണ്ടായിരുന്നതിനാൽ ഉടൻ വിവാഹം നടത്തുന്നില്ല. മറ്റൊരാളുടെ വീട്ടിൽ നിർത്തി തുടർ പഠനം നടത്തുന്നു. ആ മതപുരോഹിതൻ്റെ വീട്ടിൽ വെച്ച് തന്നെ നിക്കാഹ് നടത്തുന്നു. രണ്ടാം പ്രതി തൻ്റെ ചെയിൻ മഹറായി കൊടുക്കുന്നു. രണ്ടാം പ്രതി എന്ന് പറയുന്നത് ഒന്നാം പ്രതിയുടെ മാതാവ്. തുടർന്നാണ് പ്രതികളുടെ വീട്ടിൽ താമസിക്കുന്നത്. പ്രായപൂർത്തിയായതിനു ശേഷമാണ് നിക്കാഹ് നടന്നതെന്നും കോടതി നിരീക്ഷിക്കുന്നു. അപ്പോൾ 3.5 മാസക്കാലം മാത്രമേ ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാനായി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ 3.5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് നിക്കാഹ് നടന്നത് എന്ന് കോടതി ഇതിലൂടെ ഒരു പ്രിസംഷനിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. മറിച്ചൊരു തെളിവ് കോടതിയുടെ മുമ്പിലേക്ക് പ്രതിഭാഗത്തു നിന്നും വന്നിട്ടില്ല. അതുമാത്രമല്ല, ഇസ്ലാം മത നിയമപ്രകാരം പ്യൂബർട്ടി അറ്റൈൻ ചെയ്താൽ വിവാഹം കോൺട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്നതിന് ഇസ്ലാം മത പേഴ്സണൽ നിയമം എന്ന് പറയുന്നത്, അവരുടെ വ്യക്തി നിയമപ്രകാരം ഇസ്ലാം മതത്തിൽ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്നതിനുള്ള മാക്സിമം ഏജ് പറഞ്ഞിരിക്കുന്നത് 15 വയസ്സാണ്. അപ്പോൾ ഇവിടെ 18 വയസ്സ് ആവാറായ ഒരു പെൺകുട്ടിയാണ്. അത് മാത്രമല്ല, കോടതി ഇതിനകത്ത് പ്രസ്യൂം ചെയ്തിരിക്കുന്നത് 3.5 മാസക്കാലമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിക്കാഹ് നടന്ന സമയം 18 വയസ്സായി എന്നുമാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അപ്പോൾ ഇവർ ഈ 16ാം സാക്ഷിയായി വിസ്തരിച്ച മതപുരോഹിതൻ്റെ വീട്ടിൽ വെച്ച് നിക്കാഹ് നടന്നതായി ആ മതപുരോഹിതൻ സമ്മതിക്കുന്നു. രണ്ടാമത് ഇവർ തങ്ങളുള്ളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ്, ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പ് പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇസ്ലാം മതത്തിലെ പേഴ്സണൽ നിയമപ്രകാരം അനുവദിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഒബ്സർവേഷനിലേക്കും കോടതി എത്തുന്നുണ്ട്. അതുമാത്രമല്ല, ഈ വിവാഹത്തെ പ്രതികൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് 498A നിൽക്കില്ല, ഇതൊരു ലിവ് ഇൻ റിലേഷനേ ഉള്ളൂ എന്ന് പറയുന്ന പ്രതികളുടെ കണ്ടൻഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓവർ റൂൾ ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ വിവാഹത്തെ പ്രതികൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് വ്യക്തി നിയമപ്രകാരം അംഗീകരിച്ച ഒരു വിവാഹമാണെന്ന് കോടതി കണ്ടെത്തുന്നു. ഈ കുറ്റകൃത്യം നടക്കുന്ന സമയം ഒന്നാം പ്രതിക്ക് 19 വയസ്സ് ആയിരുന്നു പ്രായം. 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ കോടതി വളരെ ഗൗരവമായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിനാൽ തന്നെ പ്രതികളെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കുന്നു. അവസാനം ഈ പ്രതികൾ ഭാഗം അഭിഭാഷകൻ കോടതിയിൽ ഒരു മേഴ്സിക്ക് വേണ്ടിയിട്ട് പറയുന്നു. 19 വയസ്സുണ്ടായിരുന്നുള്ളൂ ഈ പയ്യന് കുറ്റം ചെയ്യുന്ന സമയത്ത്, ഒന്നാം പ്രതിയായിട്ടുള്ള ഭർത്താവിനും കുറ്റം ചെയ്യുന്ന സമയത്ത് എന്നും. അത് മാത്രമല്ല, ഇൻലാസ് ആയിട്ടുള്ള ആൾക്കാർ, മാതാപിതാക്കൾ വളരെ പ്രായം ചെന്ന ആൾക്കാരാണ്, അവർക്കെതിരെ വലിയ അലിഗേഷൻസ് ഒന്നുമില്ല എന്നെല്ലാം പറയുന്നു. പക്ഷേ അതിനെയെല്ലാം ഈ പെൺകുട്ടിയുടെ 9 ദിവസത്തിന് ശേഷമുള്ള ഈ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഒരു പ്രവർത്തനത്തെ വളരെ നിശിതമായ രീതിയിലാണ്, വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് ബഹുമാനപ്പെട്ട കോടതി കണ്ടത് എന്നുള്ളതാണ് ഈ ശിക്ഷയിലേക്ക് എത്തിപ്പെടുന്നതിനുള്ള ഒരു കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവരെ കോടതി ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന നിലയിലേക്കാണ് വന്നത്. അപ്പോൾ ഈ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കും, ഈ പെൺകുട്ടിയെ മുറിയിൽ പൂട്ടിയിടുന്നുണ്ട്. ഈ പെൺകുട്ടി എണീക്കാൻ താമസിച്ചതിന് ആ പെൺകുട്ടിക്ക് ചൂട് ചട്ടുകം വെച്ച് കയ്യിൽ പൊള്ളിക്കുന്നുണ്ട്. കൂടുതൽ സ്ത്രീധനം ആ വീട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പീഡിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആ പ്രേമം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും പിന്നെ വന്നപ്പോൾ അവിടെ കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെടുന്നു. അവരുടെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന അതിശക്തമായ ഒരു മാനസിക സംഘർഷം. ഭർത്താവിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടി മതപരിവർത്തനം ചെയ്യുന്നു. അത് മാത്രമല്ല, വിവാഹത്തിന് മുൻപിനാലെ തന്നെ ആ പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഗർഭിണിയാവുകയും ചെയ്യുന്നു.
അത് അബോർട്ട് ചെയ്യുന്നു. അങ്ങനെ വളരെ ദുരിതപൂർണമായ ഒരു ജീവിതത്തിലൂടെയാണ് ഈ പെൺകുട്ടി ഒരു പ്രേമബന്ധത്തിൽ ഏർപ്പെട്ടതിലൂടെ കടന്നുപോയത്. അതുകൊണ്ട് തന്നെ 1ഉം 2ഉം പ്രതികൾക്ക് 1.5 വർഷം ശിക്ഷയും 25,000 രൂപ ഫൈനും, 3ഉം 4ഉം പ്രതികൾക്ക് 4 മാസം ശിക്ഷയും 10,000 രൂപ ഫൈനും ആണ് ഹൈക്കോടതി ഇതിനകത്ത് ശിക്ഷ വിധിക്കുന്നത്. അപ്പോൾ ഇവിടെ വർദ്ധിച്ചു വരുന്ന പ്രേമവിവാഹങ്ങളും അതിനുശേഷം ഉണ്ടാകുന്ന സ്ത്രീധന പീഡനവും മരണവും മറ്റും നമ്മുടെ പുതിയ തലമുറ മനസ്സിലാക്കുകയും അറിയുകയും അതനുസരിച്ച് കരുതലോടെ പെരുമാറുകയും ചെയ്യണം എന്നുള്ളതാണ് ഇത്തരം റിപ്പോർട്ട് ചെയ്തു വരുന്ന ജഡ്ജ്മെൻറ്റുകൾ വായിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. നന്ദി, നമസ്കാരം.